ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ലീഗായിരിക്കും. ലീഗിൻ്റെ കരാളഹസ്തങ്ങളിൽ പെട്ട് ഞെരുങ്ങും ഈ കോൺഗ്രസ്. രാജ്യമാദ്യം, ദെൻ റിലിജൻ ആൻഡ് പൊളിറ്റിക്സ്. ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റ് 100% വിജയിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖരനെ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വോട്ടിംഗ് ഘട്ടം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ എത്രത്തോളം? കഴിഞ്ഞ തവണ ക്ലോസ് ആയിപ്പോയ അക്കൗണ്ട് ഇത്തവണ റീഓപ്പൺ ചെയ്യാൻ പറ്റുമോ? എത്ര സീറ്റ് വരെ BJP പ്രതീക്ഷിക്കുന്നു? ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. ഇലക്ഷനിൽ മത്സരിച്ച ഒരു അനുഭവം എനിക്ക് തോന്നുന്നു കൊടും ചൂടത്തായിരുന്നു. അതെ, ഒരു മൊത്തത്തിലുണ്ടായിരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവത്തിൽ രസകരമായ അല്ലെങ്കിൽ ഓർമ്മയിൽ തങ്ങുന്ന നിമിഷം എന്ന് പറയാവുന്ന ഏതാണല്ലേ? അത് എൻ്റെ ഈ തെരഞ്ഞെടുപ്പുകളിൽ 2001 മുതൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ്. പലപ്പോഴായിട്ട് മത്സരിച്ചിട്ടുണ്ട്, ഇടവേളകൾ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ മത്സരിച്ച 2001-ലും 2014-ലും 2016-ലും 2021-ലും എല്ലാം മത്സരിച്ചിരുന്നുവെങ്കിലും ഗുരുവായൂരിൽ പോലെ ഒരു സുഖകരമായ മത്സരം, ഒരു ആശയപരമായ മത്സരം, ഒരു ഉജ്ജ്വലമായ പോരാട്ടം എനിക്ക് നടത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ഗുരുവായൂരിൽ ഞാൻ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിന് മറുപടിയായി ഇടതുപക്ഷവും വലതുപക്ഷവും വരുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം അവരുടെ ചങ്കിൽ കൊള്ളുന്ന അവരുടെ രാഷ്ട്രീയത്തിലെ നെറികേടിനെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയത്തിലെ വഞ്ചനയെക്കുറിച്ച്, അവർ ആ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത 50 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നീതികേടിനെക്കുറിച്ച്, കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും വർഗീയപരമായ ഒരു രാഷ്ട്രീയ സമീപനത്തെക്കുറിച്ച് ഞാൻ തുറന്നു സംസാരിച്ചു. പലപ്പോഴും തുറന്നു സംസാരിക്കുന്നതിനോട് പലർക്കും വിയോജിപ്പുണ്ട്. അടക്കി സംസാരിക്കുന്നതിനോടാണ് പലർക്കും താല്പര്യം. എനിക്ക് നേരെ തിരിച്ചാണ്. തുറന്നു സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. 50 വർഷം ഗുരുവായൂരിൽ അവർ ഒരു വികസനവും നടത്തിയിട്ടില്ല. ആ വികസനമില്ലായ്മയും അവരുടെ ഒരു കുത്തക, ആ കുത്തകയും അതുപോലെ മതപരമായിട്ടുള്ള ഒരു വിവേചനവും വർഗീയമായ ഒരു സ്വാധീനവും മാത്രമല്ല, ഗുരുവായൂരെന്ന് പറയുന്ന പവിത്രമായ മണ്ണിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അത് ഞാൻ തുറന്ന് കാണിച്ചു. അത് തുറന്നു കാണിച്ചത് ജനങ്ങൾ ഏറ്റെടുത്തു, പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റെടുത്തു. എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സന്തോഷകരമായത് ഗുരുവായൂരിലെ അമ്മമാർ, സഹോദരിമാർ ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഇന്ന് ഗുരുവായൂരിൽ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥമുള്ള റോഡ് ഷോയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തോളൂ, കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിലും ഏതാണ്ട് ഒരു 2500-3000 സ്ത്രീകൾ ഒരേ വേഷത്തിൽ അണിനിരന്നിട്ടില്ല. ഒരേ വേഷത്തിൽ ഗുരുവായൂരിൽ രാധമാരായി അവരെത്തി. അതിന് രാധായനം എന്ന് പേര് കൊടുത്തു. അത് എനിക്ക് വലിയ സന്തോഷകരമായ ഒരനുഭവമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിലാണ് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം, അപ്പം അങ്ങ് പറഞ്ഞ ആ വാക്ക് തന്നെ, വർഗീയമായ ഒരു കാർഡ് പ്ലേസ് ചെയ്താണ് നിങ്ങൾ ഗുരുവായൂരിലേക്ക് ലാൻഡ് ചെയ്യുന്നത് തന്നെ. ഗുരുവായൂരിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 വർഷമായി അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരാൾ MLA ആയിട്ടില്ല. അത് കഴിഞ്ഞ് വന്ന ഫ്ലെക്സിൽ തന്നെ അവിടുത്തെ ഇക്കാലം അത്രയും ഉണ്ടായ MLA-മാരുടെ പേരുകൾ കൃത്യമായി അക്കമിട്ട് നിരത്തി ആണ് നിങ്ങളവിടെ ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു ഗുരുവായൂരിൽ ഇപ്പം എന്താ പറയുക, പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷമൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗുരുവായൂരിൻ്റെ ഇതുവരെയുള്ള ഒരു ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒക്കെ കാലാകാലങ്ങളിൽ വന്ന ഒന്നെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ UDF, ഈ രണ്ട് ഭരണസമിതി വഹിച്ച പങ്കിനെ
അവഗണിക്കുന്നു എന്നൊരു വാദം ഒരു വശത്ത് പറഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ അവിടെ MLA-മാരായിരുന്നവരുടെ പേരുകൾ സഹിതം ഒരു ബ്രാൻഡ് ചെയ്ത് അവിടെ ആൾക്കാരുടെ വോട്ട് മേടിക്കുന്ന ഒരു സാരി. അതിലെനിക്കൊരു ഇതായിട്ട് തോന്നിയത്, നിങ്ങൾ ഈ തവണ മത്സരിക്കാൻ എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 2021 അന്നൊരു വിവാദമായ സമീപകാലത്ത് അങ്ങ് ശ്രദ്ധിച്ചോന്നറിയത്തില്ല, KN ഖാദറായിരുന്നു അന്ന് UDFൻ്റെ ഒരു കാൻഡിഡേറ്റ്. അദ്ദേഹം ഈ ഒരു ആത്മകഥ എഴുതിയത് കഴിഞ്ഞ ഇടയ്ക്കാണ് പ്രസിദ്ധീകരിച്ചത്, എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ ഘട്ടത്തിൽ. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയായ ഒരു ഡീൽ ആരോപണത്തെക്കുറിച്ചാണെന്ന്. ആ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു BJP സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഞാനത് പറയാനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിന് മുമ്പ് 2016 തെരഞ്ഞെടുപ്പിൽ 25,000-ഓളം വോട്ട് BJPക്ക് അവിടെ പോൾ ചെയ്തൊരു മണ്ഡലമായിരുന്നു. ശരിയല്ലെങ്കിൽ തിരുത്താം. അപ്പോൾ കഴിഞ്ഞ തവണ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ BJP മറ്റു പോകാൻ വഴിയില്ലാതെ പിന്തുണയ്ക്കേണ്ടി വന്നപ്പോൾ ആ വോട്ട് 6,500-ലേക്ക് ചുരുങ്ങി. അപ്പോൾ ഏകദേശം ഒരു 19,000-ഓളം വോട്ട് അതിന് മുമ്പ് BJPക്ക് പോൾ ചെയ്തിരുന്ന വോട്ട് കഴിഞ്ഞ തവണ ഒന്നെങ്കിൽ LDFന് അല്ലെങ്കിൽ UDFന് പോൾ ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? സ്വാഭാവികമായിട്ട് ആ വോട്ട് അത്രയും ചോർച്ച വന്നപ്പോൾ 19,000 വോട്ട് പോയി. അത് അങ്ങ് ഒരേ സമുദായത്തിലുള്ള 2 പേരായിരുന്നു UDFൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ BJPക്ക് കിട്ടിയ ആ വോട്ടും പോൾ ചെയ്ത് അവർക്കായിരിക്കില്ലേ? ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. പത്രിക തള്ളിപ്പോയത് ഗുരുവായൂർ മാത്രമല്ല, തലശ്ശേരിയിലും തള്ളിപ്പോയിട്ടുണ്ട്. പത്രിക തള്ളിപ്പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അസ്വാഭാവികമായിട്ട് പത്രിക തള്ളിപ്പോയിട്ടില്ല. അതിൽ എന്തോ ഒപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒപ്പിട്ട അതൊക്കെ ഒരു കഴിഞ്ഞ കാലം 5 വർഷം മുമ്പുണ്ടായ കാര്യം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനും താല്പര്യമില്ല. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ആദ്യത്തെ വരുന്നതന്നെ ഒരു തെറ്റാണ്. കാരണം വർഗീയ പരാമർശം ഞാൻ നടത്തിയെന്നാണ് താങ്കൾ പറഞ്ഞത്. വർഗീയത നടത്തിയത് അവരല്ലേ, ഞാൻ ഒരു പരാമർശമല്ലേ നടത്തിയേ. അവർ നടത്തിയ വർഗീയത ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു. വർഗീയത നടത്തിയതാണോ ശരി, ചൂണ്ടിക്കാണിക്കുന്നതാണോ ശരി? ഒന്ന്, എന്താണ് വർഗീയത? താങ്കളിപ്പോൾ വർഗീയത എന്നൊരു വാക്ക് പറഞ്ഞു. ജനറലായിട്ട് കേരളത്തിൽ വർഗീയത എന്ന് പറയുന്നുണ്ട്. വർഗീയതയെ ഒന്ന് ഡിഫൈൻ ചെയ്യൂ. വർഗീയതയെ കേരളത്തിൽ ചർച്ചയാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമോ അതിനു മുമ്പോ വർഗീയതയെക്കുറിച്ച് സംവാദം നടത്താൻ പരസ്യമായി ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ, ചില മാധ്യമ കിങ്കരന്മാരെ. കാരണം അവരാണല്ലോ വർഗീയത എന്ന് പറഞ്ഞത്. അവരെ ഞാൻ വെല്ലുവിളിക്കുക. എന്താണ് വർഗീയത? ലെറ്റ് ദം സേ. വർഗീയത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എന്തിനെയാണ് നിങ്ങൾ വർഗീയത എന്ന് പറയുന്നത്? കഴിഞ്ഞ 50 വർഷം ഇടതുപക്ഷവും വലതുപക്ഷവും വർഗീയതയല്ലേ അവിടെ കാണിച്ചത്? അതല്ല എന്ന് പറയാൻ പറ്റുമോ? അവരത് പറയുന്നത്, അവർ കാണിക്കുമ്പോൾ അവർ ജനാധിപത്യം, അവർ കാണിക്കുമ്പോൾ അത് മതേതരത്വം. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഇടതുപക്ഷവും വലതുപക്ഷവും എന്ത് കാണിച്ചാലും അതൊക്കെ ജനാധിപത്യം മതേതരത്വം. 50 വർഷം അവിടെ വർഗീയത കാണിച്ചത് ഞാനൊന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ വർഗീയത പറഞ്ഞു എന്നാണ്. ഗുരുവായൂരിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ലേ? ഗുരുവായൂരിൽ വലതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ലേ? ഒന്നാം തരം സ്ഥാനാർത്ഥിയില്ലേ? VT ബൽറാം. അയാളെ തന്നെ തൃത്താലയ്ക്ക് അയച്ചേ. CPMൻ്റെ കൃഷ്ണദാസിന് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല? ഗീതാഭൂമി എന്തിനാണ് നാട്ടിലേക്ക് വിട്ടത്? എന്തിനാണ് വത്സരാജനെ ഗുരുവായൂരിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് ബേബി ജോൺ മാഷെ മണലൂർക്ക് വിട്ടത് ഗുരുവായൂർ കൊടുക്കാതെ? അപ്പം നിങ്ങൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു അജണ്ട ഉണ്ടെന്നേ. അല്ല, ആ പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ അവിടെ മത്സരിച്ചു എന്നുകൊണ്ട് അത് വർഗീയമാകുന്ന എങ്ങനെ? അവരുടെ പ്രവൃത്തിപരമായി കറക്റ്റ് അവരെ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഏതാ ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി? OBC കമ്മ്യൂണിറ്റി ഒന്നും അല്ലല്ലോ. ഏതാ? അല്ല, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഏതാ? മുസ്ലിം കമ്മ്യൂണിറ്റി. അല്ല, അപ്പൊ അതിലെന്താ പ്രശ്നം? ഒരു ഹിന്ദു MLA വരണമെന്ന് എന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയും. നിങ്ങളൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി MLA-മാരെ മാത്രമാണ് അവിടെ നിർത്തുന്നത്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ MLA-മാരാണ്. ഒരു ഹിന്ദു MLA വരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത്? ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയണം മനു, നിങ്ങൾ അങ്ങനെയൊന്നും പറ്റില്ല. വളരെ കൃത്യമാണ്. ഞാൻ സ്ട്രേറ്റ് ആണ് പറയണേ. നിങ്ങൾക്ക് പ്രവർത്തിക്കാം, പ്രവർത്തി ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അല്ല, അത് തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം, മലപ്പുറം എല്ലാം ഇപ്പോഴും BJP നേതാക്കളെല്ലാം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം കാൻഡിഡേറ്റ് മാത്രം മത്സരിക്കുന്ന ഒരു ജില്ല, ശരിയല്ലേ? അവിടെ തവനൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി.
തവനൂർ എന്ന് പറയുന്നത് നമുക്കറിയാം 1% പോലും ക്രിസ്ത്യൻ സമൂഹമുള്ള ഒരു മണ്ഡലമല്ല. അപ്പോൾ അവിടെ ഒരു മുസ്ലിമിനെ നിർത്താൻ പാടില്ലായിരുന്നു എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ അതിനെങ്ങനെ വാദം പറയാം? ഞാനേ തവനൂർ മാതിരിയല്ല ഗുരുവായൂർ, രണ്ടും രണ്ടാണ്. ഞാൻ 50 വർഷത്തെ തവനൂരിലെ 50 വർഷത്തെ ചരിത്രം എടുക്കുക. അതെ, ഞാൻ അങ്ങ് പറഞ്ഞ statement ഞാൻ നിങ്ങൾ ഈ പറയുന്നത് ഉപരിപ്പിളാണ്. തവനൂരിലെ 50 വർഷത്തെ ചരിത്രം എടുക്കുക. അവിടെ 50 വർഷവും ക്രിസ്ത്യാനിയാണോ? അല്ല 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 ക്രിസ്ത്യാനി അല്ല അല്ല താങ്കൾ തവനൂരിനെ കുറിച്ചാണ് പറഞ്ഞേ. ഞാൻ തവനൂരിനെ കുറിച്ച് ചോദിക്കുന്നത് തവനൂർ 50 വർഷവും ക്രിസ്ത്യാനിയാണോ? അല്ല 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 ശരി, ഓക്കേ. അല്ല ഗുരുവായൂർ 50 വർഷം മുസ്ലിമാണ്. അല്ല ഞാൻ ആണല്ലോ ആണ്. ആണല്ലോ. ഈ 50 വർഷം മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താൻ ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനം കൊണ്ട് ഈ 50 വർഷം മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം 2 പക്ഷക്കാരും നിർത്തിയത് മതേതരത്വമാണോ മതമാണോ? ഐ എം പുട്ടിങ് അനദർ ക്വസ്റ്റ്യൻ. ഓക്കേ, അല്ല അല്ലല്ല, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോകും. ഇത് മനു ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു പർട്ടിക്കുലർ എൻ്റെ ചോദ്യം സ്പഷ്ടമാണ്. അല്ല മുസ്ലിം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു അല്ല ഞാൻ ചോദിച്ചത് അല്ല അതിന് മറുപടി ഞാൻ ആ, പറയാം. പറയ്. ഇപ്പം BJP കേരളത്തില് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്തു. മുസ്ലിം മജോറിറ്റി കൂടുതലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഹിന്ദു മജോറിറ്റി കൂടുതൽ എത്ര മുസ്ലിം ക്യാൻഡിഡേറ്റ് മത്സരിപ്പിച്ചു? BJP അല്ലല്ലോ ഡെയിലി. അല്ല ഞാൻ ചോദിക്കുന്നു നിങ്ങൾ- ഒരു രാഷ്ട്രീയ മോശമെന്നല്ല ഞാൻ തിരിച്ചു പറയാണ്. BJPയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന വർഗീയ പാർട്ടി വർഗീയ പാർട്ടി വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ. മതേതരത്വ പാർട്ടിയുടെ മേലങ്കി അണിഞ്ഞ് 3 നേരം ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്ന പോലെ മതേതരത്വം 3 നേരം കഴിക്കുന്ന TID ഡോസ് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണല്ലോ ഇടതുപക്ഷം വലതുപക്ഷം. അവരെന്തുകൊണ്ടാണ് ഒരു ഹിന്ദു നാമധാരിയെ 50 വർഷമായി ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല? അത് മതമാണോ മതേതരത്വമാണോ? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. അല്ല അത് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ അല്ല അതിന് ഉത്തരം വളരെ അല്ല അത് അതിനകത്ത് നിങ്ങൾക്ക് അത് ഞാനല്ല പാർട്ടിക്കാര് yes or പറയുന്നതാണ്. no? അല്ല. Yes, മനു. അല്ല അതിന് being LDF UDF അല്ലേ മറുപടി പറയണ്ടത്, അതെ. ഞാനല്ല. അപ്പോൾ ഒരു മിനിറ്റ്, ആ. താങ്കളല്ല. ഞാനല്ല. അത് എനിക്ക് ആ ഉത്തരം ആ ഇഷ്ടപ്പെട്ടു. അത് LDF UDF ആണ്. ആ. LDF UDF അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഉം. അതിന് ഉത്തരം അവർ പറഞ്ഞത് എന്താ അറിയോ? LDF UDF അതിനൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. LDF UDF പറയണമായിരുന്നു, ഞങ്ങൾ 50 വർഷം ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മതപരമായിട്ട് ഉള്ള വോട്ട് നോക്കിയിട്ടാണ്. അവർ പറഞ്ഞിട്ടില്ല മതേതരത്വം കൊണ്ടാണ്. അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ ഉത്തരം പൊന്നാനിയാണ്. ഞങ്ങൾ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന്. മനസ്സിലാവുണ്ടോ? അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വിഷനിൽ ഞാൻ കാണുന്നത് മതത്തിൻ്റെ പേരിൽ, മനു പ്ലീസ് യു അണ്ടർസ്റ്റാൻഡ്, മതത്തിൻ്റെ പേരിൽ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥിയാവാത്ത ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ സംഘടിതമായ മതത്തിൻ്റെ വോട്ട് നേടാൻ വേണ്ടി 2 പേരും ബോധപൂർവമായി മതപരമായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അവർ മതപരമായി സ്ഥാനാർത്ഥിയെ നിർത്തിയത് വർഗീയതയല്ല. ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് വർഗീയതയാണെങ്കിൽ ആ വർഗീയത ഞാൻ നാളെയും ചെയ്യും. എൻ്റെ ഉത്തരം കഴിഞ്ഞു. അത് ഓക്കെ. ഗുരുവായൂര് ഈ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ ഒരു ഇതുവരെയുള്ള ഒരു അവലോകനം വെച്ചിട്ട് ഒരു പെർഫോമൻസിനെ എങ്ങനെ കാണുന്നു? BJPയുടെ അവിടുത്തെ ഒരു ആരുടെ പെർഫോമൻസിനെ? BJP സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഗോപാലകൃഷ്ണന് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് വരെ കിട്ടാം? ഈ വോട്ട് ചെയ്യുന്നത് നാട്ടിലെ ജനങ്ങളാണ്. യെസ്. ഞാൻ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ആശയത്തിൽ സ്വാധീനമുള്ള ആളുകൾ ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നു, ഞങ്ങൾക്ക് ബദൽ ആരുമില്ല. അത് അവരുടെ ആശയമാണ്. കമ്മ്യൂണിസമാണ്, ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കും, ഞങ്ങൾ ആനയാണ് കുതിരയാണ്, അത് അവർ വെക്കുന്നു. BJP മറ്റേ ഈ കേരളത്തിൽ ഇനി LDF വന്നാൽ രക്ഷയില്ല, UDF വന്നാൽ രക്ഷയുള്ളൂ എന്നുള്ളത് UDF വെക്കുന്നു. ഞങ്ങൾ മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് വികസനത്തിൻ്റെ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 50 വർഷം വികസനമില്ല. 50 വർഷം ഗുരുവായൂരിൽ ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഇനി എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത് എന്ന് ഞാൻ പറയാൻ താങ്കൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. താങ്കൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒന്ന്, ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അത് ഗുരുവായൂർ ക്ഷേത്രം ആണ് അതിൻ്റെ ബേസ്. ഗുരുവായൂരിൻ്റെ ബേസ് ഗുരുവായൂർ ക്ഷേത്രമാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത്, അതിൻ്റെ സാമൂഹിക ഫാബ്രിക്, അതുണ്ടാക്കുന്ന സാമൂഹിക ചലനങ്ങൾ, അതാണ് ആ നിയോജക മണ്ഡലത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ പേരുണ്ടല്ലോ ഗുരുവായൂർ, ആ പേര് പോലും അങ്ങനെയാണെങ്കിൽ മതമാണ്. ഗുരുവായൂർ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഗുരു എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ്. വായുവും ബൃഹസ്പതിയും കൂടി
ഗുരുവായൂരിലേക്ക് വരുന്നു. മമ്മിയൂരപ്പനെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി അവിടെ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് ഗുരുവായൂർ എന്ന ഒരു പദം തന്നെ ഉണ്ടായത്. അപ്പോൾ ആ ഗുരുവായൂരിൽ കുടിവെള്ളമുണ്ടോ? മൈ ക്വസ്റ്റ്യൻ. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം 50 വർഷമായി ഇവർ ജയിക്കുന്നു. 50 വർഷമായി ഇവരിവിടെ പ്രവർത്തിക്കുന്നു. ഈ രണ്ട് കൂട്ടരും ജയിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ കുടിവെള്ളമില്ലാതെ? ഗുരുവായൂരിലെ ചുറ്റിലുള്ള ഒരു വീട്ടിലെങ്കിലും ശുദ്ധമായ കുടിവെള്ളം കിട്ടുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചുറ്റുമുള്ള വീടുകളിൽ ബാക്ടീരിയ ആണ് എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ ജില്ലാ കളക്ടർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് കേസെടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. 50 വർഷമായിട്ട് ഒരു ശുദ്ധജലം കൊടുക്കാൻ പറ്റാത്ത ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം. നമ്പർ 1. നമ്പർ 2, നിങ്ങളവിടെ ഗുരുവായൂരപ്പൻ പോലും മൂക്കിൽ വിരൽ വെച്ചിട്ടായിരിക്കുന്നത്. കാരണം നാറിയിട്ടിരിക്കാൻ പറ്റില്ല. അവിടെയുള്ള മുഴുവൻ ലോഡ്ജസിൻ്റെയും അവിടെയുള്ള മുഴുവൻ കടകളുടെയും അവിടെയുള്ള മുഴുവൻ മാലിന്യവും തള്ളുന്നത് വലിയ തോടിലേക്കാണ്. ആ വലിയ തോടെന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമാണ്. ആ വലിയ തോടിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കറുത്ത് വിഷമാണ്. അത് ആ ഗുരുവായൂരിലെ നിവാസികൾ അതിൻ്റെ ശ്വാസം മുട്ട് അനുഭവിക്കുകയാണ്. അത്രയേറെ എന്താ പറയുക, ദുർഗന്ധമാണ്. അത് പോകുന്നത് ചക്കം കണ്ടത്തേക്കാണ്. എത്ര കൊല്ലമായി? 30 കൊല്ലം. ഞാൻ ഗുരുവായൂർ മറ്റേ ജയലളിതയെ തടഞ്ഞ ഒരു വർഷമുണ്ട്. ഞാൻ ജയലളിതയെ തടഞ്ഞ വർഷം. അന്ന് ജയലളിതയെ തടയാൻ വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ ഒരു സെമിനാർ നടന്നിട്ടുണ്ടായിരുന്നു. ആ സെമിനാർ എനിക്ക് തോന്നുന്നു 30 വർഷമായി. അന്നത്തെ സെമിനാറിൽ ഈ അഴുക്കുചാൽ പദ്ധതിയെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. 35 വർഷമായിട്ട് ഈ അഴുക്കുചാൽ പദ്ധതി തയ്യാറാക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ട്? ജനകീയ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒരു ഞാൻ പറയട്ടെ, ഞാൻ വികസനത്തിൻ്റെ കാര്യമാണ് പറയണേ. ഇനി മൂന്നാമത്തെ കാര്യം, എൻ്റെ പൊന്നു സുഹൃത്തെ, 10,000-കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് ഗുരുവായൂർ. തൊട്ടപ്പുറത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമുണ്ട്, പാലയൂർ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000-കണക്കിന് ആൾക്കാർ വരുന്നു. ഒരാൾക്ക് ദേഹാസ്വസ്ഥത സംഭവിച്ചു. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾക്ക് ദേഹാസ്വസ്ഥത സംഭവിച്ച് അയാൾ തലയിറങ്ങി വീണു. എവിടേക്കാണ് കൊണ്ടുപോയെന്ന് അറിയാം? നിങ്ങൾക്ക് തൃശ്ശൂർക്കാണ് കൊണ്ടുപോയത്. 25 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അതുമായി ബന്ധപ്പെട്ട് വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. ഞങ്ങൾ കൊടുക്കും, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും പൈസ പ്രസാദം പദ്ധതിയിൽ, അമൃത പദ്ധതിയിൽ. എന്തേ ഗുരുവായൂർ നല്ലൊരു ആശുപത്രി ഇല്ലാത്ത? എന്തുകൊണ്ടില്ല? 50 വർഷമായിട്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് എങ്ങനെ പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. 50 വർഷം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ജയിച്ചവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തോട് താല്പര്യമില്ല. ഒരു കൂട്ടർ വിളക്ക് കത്തിക്കുന്നത് ഹറാമാന്ന് പറയുന്നവരാണ്. മറുകൂട്ടർ ശബരിമല കൊള്ള ചെയ്തതുപോലെ ഗുരുവായൂരിൽ എന്തൊക്കെ കൊള്ള ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇത് തുറന്നു പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് ഞാൻ നിർവഹിച്ചു. അത്രയും. ഇപ്പോൾ ഈ തൃശ്ശൂർ അത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ കിട്ടുന്നത്, തൃശ്ശൂരത്തെ MP സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി തന്നെ എനിക്ക് തോന്നുന്നത് പലതവണ ആവർത്തിച്ചൊരു വിഷയമാണ്. അത് കേരളത്തിനൊരു എയിംസ് എന്ന് പറഞ്ഞു. താങ്കളൊരു ആശുപത്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും ബജറ്റിൽ കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചു. അതും ഉണ്ടായില്ല. എത്രയോ കാലമായിട്ടുള്ള കാത്തിരിപ്പാണ്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ആശുപത്രി ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ജനം ചോദിക്കുന്നൊരു ചോദ്യം, കേരളം കാത്തിരിക്കുന്നൊരു കാര്യമാണ് എയിംസ് കേരളത്തിന് പ്രഖ്യാപിക്കുന്നത്. അത് ഇതുവരെ സംഭവിച്ചില്ല. നമ്മൾ ഈ വിമർശനം പറയുമ്പം BJP അത് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്കെന്ന് മാത്രമല്ല കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളുടെയൊക്കെ സാധ്യതയെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കേരളത്തിന് എയിംസ് എന്ന് പറയുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. അത് ശരിക്കും കഴിഞ്ഞ ബജറ്റിൽ BJP അത് പ്രഖ്യാപിക്കാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കെല്ലാം ആൾക്കാരോട് മറുപടി പറയുന്നതിൽ ബുദ്ധിമുട്ടുന്നൊരു സംഗതിയല്ലേ? എനിക്ക് വളരെ രസകരമായി തോന്നി. കാരണം ഞാൻ ഗുരുവായൂരിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പം താങ്കൾ നേരെ കേരളത്തിലെ എയിംസ് അല്ല, കാരണം ഈ ഗുരുവായൂരിലെ MP പറഞ്ഞതാണ്. ഒരു മിനിറ്റ് സുരേഷ് ഗോപിയാണ്. ഒരു മിനിറ്റ്. ഗുരുവായൂരിലെ എയിംസ് കൊണ്ടുവരണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ശരിയാണ്. ഞാൻ തീർക്കട്ടെ. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചല്ലേ. ഗുരുവായൂരിൽ എയിംസ് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഗുരുവായൂരപ്പൻ്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാം. ഒരു ആപ്ലിക്കേഷൻ വെക്കട്ടെ. ഞാൻ ഗുരുവായൂരിനെ കുറിച്ചാണ് പറയുന്നത്. കൺഫൈൻ ടു ഗുരുവായൂർ ഒരു മൾട്ടിനാഷണൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ കൊണ്ടുവരാം. ഒരു വിരോധമില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. ഭൂമി ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
ഇനി നിങ്ങൾ എയിംസിൻ്റെ കാര്യം പറഞ്ഞു. അല്ല, ഈ പറഞ്ഞ പോലെ താങ്കൾ ജയിച്ചാലും പരാജയപ്പെട്ടാലും ഞാൻ ചോദിക്കുന്നത്, ഇത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്. ബി.ജെ.പി നേതൃത്വത്തോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൂടെ? ഗുരുവായൂർ ഒരു ആശുപത്രി എന്ന് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പറഞ്ഞു തീരുമ്പോൾ മനുവിന് മനസ്സിലാവും. എയിംസിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. വന്നപ്പോൾ തന്നെ എയിംസ് കൊണ്ടുവരണം എന്നാരും ശാഠ്യം പിടിക്കരുത്. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എയിംസ് വരും. എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ മത്സരിക്കില്ല. അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം. പിന്നെ നഡ്ഡാജി ആരോഗ്യമന്ത്രിയാണ്. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് അന്ന് നഡ്ഡാജി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിന് വരും. നമുക്ക് ആ വാക്ക് വിശ്വസിക്കാം. താങ്കളിപ്പോൾ ചോദിച്ചു, ഞാൻ ജയിച്ചാലും തോറ്റാലും ഗുരുവായൂരിൽ നിന്ന് പോവില്ല. ജയിച്ചാലും തോറ്റാലും ഞാൻ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഗുരുവായൂരുണ്ടാവും. ഗുരുവായൂരിലെ ജനങ്ങളെ സേവിക്കും. ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജിന് ഒരു അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ അപ്ലൈ ചെയ്താൽ ഞാൻ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യും. അതല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വക ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുള്ള റിക്വസ്റ്റ് ഗുരുവായൂർ ദേവസ്വത്തിന് മുമ്പിൽ ഞാൻ വയ്ക്കും. എനിക്കത് വെക്കാനേ പറ്റുള്ളൂ. ഞാൻ MLA ആയിട്ട് ജയിച്ചാൽ ഞാനത് കൊണ്ടുവരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ദിവസമായി. പാർട്ടിയുടെ ഒരു അവലോകനം ഒരു പ്രാഥമിക തലത്തിൽ നടത്തിയിട്ടുണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 30 സീറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, അതിൽ ഒരു 10 സീറ്റ് 15 സീറ്റ് വരെ പിടിക്കുക എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ബി.ജെ.പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷ? അതിൽ തങ്ങളുടെ ചോദ്യത്തിൽ 30 സീറ്റ് അതിൽ 10 കിട്ടുമെന്ന് ബി.ജെ.പി തീരുമാനിച്ചു. എനിക്കറിയില്ല. ഞാൻ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനൊരു തീരുമാനം ബി.ജെ.പി എടുത്തിട്ടില്ല. അപ്പോൾ അത് താങ്കൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു യുദ്ധമാണ്. 2 വലിയ മുന്നണികളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു യുദ്ധമാണ്. 2 മുന്നണികൾ, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന 2 മുന്നണികൾ. ഒരു സീറ്റ് പോലും നിയമസഭയിലില്ലാത്ത ഒരു മുന്നണി അഥവാ ഒരു പാർട്ടി. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾ വലിയ പാർട്ടിയാണ്. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരാജയപ്പെടുത്തി 140 സീറ്റിൽ ഞങ്ങൾ ജയിക്കും എന്നൊന്നും ഞങ്ങളുടെ ആരും അവകാശപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ആരും ഒരു നേതാവും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ 2021 35 സീറ്റ് കേരളത്തിൽ കിട്ടിയ ഭരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. അല്ല, അത് ശരിയല്ലേ? 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കുന്ന പറഞ്ഞേ. നമ്മൾ മത്സരിക്കാൻ ഉണ്ടായിരുന്ന സീറ്റ് പോയ ഒരു വർഷം കൂടെ. ഞാൻ ചോദിക്കട്ടെ മനു, നമ്മൾ മത്സരിക്കുന്നത് എന്തിനാ? ജയിക്കാനാണ്. ഒരു സ്ഥാനാർത്ഥിയും ഒരു പാർട്ടിയുടെ പ്രസിഡന്റും 140 ആളുകളെ രംഗത്തിറക്കി മത്സരിക്കുകയാണ്, കോമ്പീറ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ആ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയും, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പറയും. നമുക്ക് 70 സീറ്റൊന്നും വേണ്ട, 35 കിട്ടി നമ്മൾ ഭരിക്കും. അത് അയാളുടെ അന്നത്തെ ലക്ഷ്യവും അയാളുടെ കാൽക്കുലേഷനാണ്. അത് പറയുന്നതിൽ എന്താ തെറ്റ്? 100 സീറ്റ് അല്ല, അതിന് വേറെ വഴികൾ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, 100 സീറ്റ് കിട്ടും എന്ന് വി.ഡി. സതീശൻ പറഞ്ഞല്ലോ, ഇല്ലേ? ഒരു മിനിറ്റ്, വനവാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 90 സീറ്റ് കിട്ടും, LDF ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇവർക്ക് കിട്ടുമോ? ഈ പറഞ്ഞതെല്ലാം ഇവർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ 100 സീറ്റ് കിട്ടിയവന് 50 സീറ്റ് കിട്ടിയുള്ളെങ്കിൽ എന്താ സിറ്റുവേഷൻ? പിന്നെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി മത്സരിക്കട്ടെ. തയ്യാറാണോ? കേരളത്തിലെ കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിഴുങ്ങിക്കഴിഞ്ഞു സാർ. മുസ്ലിം ലീഗ് കേരളത്തിലെ കോൺഗ്രസിനെയും കേരള രാഷ്ട്രീയവും വിഴുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ UDFനെ മുന്നോട്ട് നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ ഉച്ഛിഷ്ടം കഴിച്ചാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, 140 സീറ്റ് കേരളത്തിലുണ്ട് നിയമസഭയിൽ. 27 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ഈ മറുവശത്ത് 91 സീറ്റ് മത്സരിക്കുന്ന കോൺഗ്രസ്, അല്ലെങ്കിൽ അപ്പുറേ മറ്റ് ഘടകകക്ഷികളില്ല, അങ്ങനെ ഒരു പാർട്ടി എങ്ങനെ വിഴുങ്ങുക എന്ന് നമുക്ക് പറയാൻ പറ്റുക? നിങ്ങൾ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഇത്ര സീറ്റിൽ, അത് വേറെ വിഷയം. ജയിക്കുന്നതിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജയിക്കുന്നതിൻ്റെ പ്രൊപ്പോർഷൻ. ഞാൻ കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇന്ന് കോൺഗ്രസിന് എത്ര സീറ്റുണ്ട്? 21. ഇതിനു മുമ്പ് എത്ര സീറ്റുണ്ട്? 24 ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എത്ര സീറ്റുണ്ട്? 39. സാർ, 65 സീറ്റിൽ നിന്ന് വന്ന ആളുകളാണ് ഈ കോൺഗ്രസ്. വർഷം ഞാൻ വേണേൽ പറഞ്ഞുതരാം. ആ 65 സീറ്റിൽ നിന്ന് കോൺഗ്രസ് ഇപ്പൊ നിൽക്കുന്ന എത്ര സീറ്റ്? 21 സീറ്റ് ഉണ്ടായിരുന്നു ലീഗിന്. ഇപ്പൊ 15 സീറ്റ്. ഞാൻ ചോദിക്കുന്നത്, 65 സീറ്റിൽ വരെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന 21ലാണ്. ഞാൻ ഇപ്പോൾ എഴുതി വെച്ചുതരാം നിങ്ങൾക്ക്.
തീരുമാനമെടുക്കുന്നതും നിശ്ചയിക്കുന്നതും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ലീഗായിരിക്കും. ലീഗിൻ്റെ കരാളഹസ്തങ്ങളിൽ പെട്ട് ഞെരുങ്ങും ഈ കോൺഗ്രസ്. അനങ്ങാൻ പറ്റില്ല കോൺഗ്രസ്സിന്. നിയമത്തോട്ട് മാറ്റി ചെയ്തിട്ടല്ലേ, അത് അംഗീകരിച്ചില്ലേ? അല്ല, അങ്ങനെ ആണെങ്കിൽ ഒ രാജഗോപാൽ അവിടെ ജയിച്ചത് ഈ കോൺഗ്രസിന്റെ വോട്ട് മാറ്റി ബി ജെ പി കിട്ടിയാന്ന് പറയണ്ടേ? കാരണം അന്ന് 13,000 വോട്ടേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുള്ളൂ. കെ മുരളീധരൻ മത്സരിപ്പിച്ചപ്പോൾ 37,000 വോട്ടായി. അപ്പൊ യു ഡി എഫിന് വോട്ട് അവിടെ വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാ അത് ശരിയാവുക? ശരിയാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഗുരുവായൂർ മത്സരിക്കുന്നു. ഗുരുവായൂരിൽ എനിക്ക് കിട്ടുന്ന വോട്ട് സ്വാഭാവികമായിട്ടും കുറേ കോൺഗ്രസ്സുകാരുടെ വോട്ട് എനിക്കുണ്ടാവും. അത് ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ജനങ്ങൾ ഞങ്ങളുടെ താല്പര്യത്തിന്, ഞങ്ങളുടെ താല്പര്യവും ഞങ്ങളുടെ ആശയവും നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യവും സ്വീകരിച്ചുകൊണ്ടാണ്. ഒ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തിത്വം രാഷ്ട്രീയത്തിനപ്പുറത്താണ്. ഈ രാഷ്ട്രീയത്തിനപ്പുറത്താണ് ഒ രാജഗോപാലിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ഏക തന്നെയാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തുടർച്ചയായി തോറ്റ് ഇത്രയും കാലം മത്സരിച്ച അദ്ദേഹത്തോട് ഒരു സിമ്പതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സിമ്പതിയൊക്കെ കൂടുതൽ ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനം ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജേട്ടൻ ആ ഒരു മാനസിക ബന്ധമുണ്ട്. പക്ഷേ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് അങ്ങനെയല്ല. കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ രാഷ്ട്രീയം അതെന്താ? ഞങ്ങളുടെ രാഷ്ട്രീയം BJP ഇവിടെ ജയിക്കരുത്, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇതാണല്ലോ മറ്റേ മഞ്ചേശ്വരത്ത് നടക്കുന്നത്. ഇത് മഞ്ചേശ്വരത്ത് നടക്കുന്നതാണ് സ്ഥിരം. അപ്പോൾ അതിനൊരു പുതിയ ലോജിക്കാണ് മീഡിയക്കാർ പറയുന്നത്. ഞാൻ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് പല ചർച്ചകളിലും. അപ്പോൾ എന്നോട് എല്ലാം ഈ മാധ്യമം പറഞ്ഞാൽ അത് അവരുടെ തീരുമാനമാണ് ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ജയിക്കാതിരിക്കാൻ. ഞങ്ങൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ഇടതും വലതും ഒരുമിച്ച് ചേരുന്നത് ജനാധിപത്യം, അതവരുടെ തീരുമാനം. അതൊരു ശരിയാണോ? അപ്പം ജനാധിപത്യപരമായിട്ടല്ല അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ജനാധിപത്യപരമായുള്ള തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആ ചോദിച്ചതിന് അർത്ഥമില്ല. കേരളത്തിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP തമ്മിൽ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് മറ്റേ കെട്ടിവെച്ച കാശ് കിട്ടുമോ? തിരിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് നിന്നാൽ CPMന് സ്ഥിതി എന്താ? അപ്പോൾ അതിലൊന്നും ആ അർത്ഥം പറയുന്നതിന് അർത്ഥമില്ല. ഒരു പെട്ടി ഓട്ടോറിക്ഷ കയറ്റാൻ ആൾക്കാരില്ലാത്ത CPI എത്ര സീറ്റാണ് കിട്ടുന്നത്? ഇത് മുമ്പ് നമ്മൾ 91 ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല തെരഞ്ഞെടുപ്പിലും BJPയുടെ തന്നെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരടക്കം CPM സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാൻ പല ഘട്ടങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പലപ്പോഴായിട്ട് പല നേതാക്കളും വെളിപ്പെടുത്തൽ നടത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം ഇത് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഈ പറയുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് മറിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഫസ്റ്റ് അജണ്ടയായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന ഒരു ഡീൽ ആരോപണമാണ്. ശരിയല്ലേ? ആ ഡീൽ ആരോപണം കോൺഗ്രസ് ആണ് മുന്നോട്ട് വെച്ചത് എങ്കിൽ പോലും അതിൽ ഇപ്പം പാലക്കാടത്തെ സ്ഥാനാർത്ഥി മാത്രമല്ല, ഞാൻ ആ ഒരു പ്രസക്തമായ മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഈ BJPയുടെ ഏറ്റവും പുതിയ ഘടകകക്ഷി 2020 താങ്കൾക്കറിയാം. ഇത് നേരത്തെ ഒരു എറണാകുളത്ത് ഒരു കിഴക്കൻ ഭാഗത്ത് 4 പഞ്ചായത്തിൽ മാത്രം ഉണ്ടായിരുന്നൊരു പാർട്ടി പുതിയതായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലേക്ക് BJPയുടെ ഘടകകക്ഷിയായിട്ട് വരുന്നു. 19 സീറ്റ് 2020 മത്സരിക്കാൻ കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കി ഞാൻ പറയാം. ഈ പറഞ്ഞ കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തറ, റാന്നി, പുനലൂർ അടങ്ങുന്ന BJPക്ക് അത്യാവശ്യം നല്ല ശക്തി ഉണ്ടായിരുന്ന പല മണ്ഡലങ്ങളും 2020 കൊടുക്കുക. അപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരാളെ പഴിച്ചിട്ട് കാര്യമില്ല. ആ ഒരു പറഞ്ഞ 2020 ഇങ്ങനത്തെ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൻ കാരണമാകുന്ന രീതിയിലേക്ക് ഒരു സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ശരിക്കും അത് BJPയുടെ ഒരു സ്ട്രാറ്റജിക്കൽ പിഴവല്ലേ? അതെ, സംഘടന ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും സംഘടന ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഇന്നത്തെ രാഷ്ട്രീയം ആവില്ല. സംഘടനയുടെ ചുമതലപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം നാളത്തെ രാഷ്ട്രീയം കൂടിയാണ്. ഇന്നത്തെ രാഷ്ട്രീയം അതിനു വേണ്ടിയുള്ള അടവ് നയങ്ങളാണല്ലോ. ഇപ്പോൾ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഇപ്പം 2020 ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ സ്ഥാനാർത്ഥിക്ക് പകരം അവിടെ ഗ്രൗണ്ട് വർക്ക് ഏകദേശം 3 വർഷത്തോളം തമ്പടിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് B. ഗോപാലകൃഷ്ണൻ. സ്വാഭാവികമായിട്ട് അവിടെ താങ്കൾ സ്ഥാനാർത്ഥിയാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് മാധ്യമങ്ങളല്ല, BJPയിലെ പ്രവർത്തകരടക്കം. അവസാന നിമിഷമാണ് അവിടെ 2020 ആ സീറ്റ് കൊടുത്തിട്ട് താങ്കളോട് ഗുരുവായൂർ മത്സരിക്കാൻ പറയുന്നത്. താങ്കൾ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പാർട്ടി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് സഹിതം ഇട്ടിട്ടാണ് താങ്കൾ ഗുരുവായൂരേക്ക് വണ്ടി കയറുന്നത്. ശരിക്കും കൊടുങ്ങല്ലൂർ മത്സരിക്കാനായിരുന്നില്ലേ B. ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ചത്? അതെ, സംശയമില്ല. അത് പാർട്ടി നേതൃത്വം ഈ ഒരു തീരുമാനം എടുത്ത ഘട്ടത്തിൽ അത് അവരോട് ഷെയർ ചെയ്തിരുന്നു? അങ്ങനെയല്ല. ഈ ഗുരുവായൂർ
മത്സരമൊക്കെ വരുന്നത് അവസാനമാണ്. ഞാൻ ദീർഘകാലമായിട്ട് കൊടുങ്ങല്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. കൊല്ലൂർ 25,000 വോട്ട് പിടിച്ച് അവിടെ നിന്ന് വന്ന് നിൽക്കുന്ന സമയമാണ്. അതെ, ഞാൻ 17,000 വോട്ടുണ്ടായിരുന്നത് 25,000 വോട്ടിലേക്ക് വന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആ ഒല്ലൂർ മത്സരിക്കുന്ന സമയത്തും കൊടുങ്ങല്ലൂർ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഈ കൊടുങ്ങല്ലൂരിലെ അവിടുത്തെ ഓരോ പ്രവർത്തകൻ്റെയും വീട്ടിൽ പോയി അവരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട്. ഞാൻ നടത്തിയ കേസുകൾ, എൻ്റെ ക്രിമിനൽ കേസിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഞാൻ നടത്തിയത് തന്നെ ഈ കൊടുങ്ങല്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രവർത്തകരുടെ കേസാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരുമായിട്ട് എനിക്കൊരു മാനസിക ബന്ധമുണ്ട്. അവിടെയുള്ള എല്ലാ പ്രവർത്തകരായിട്ടും, അവിടെയുള്ള ശ്രീകുമാരനായിട്ടും അതുപോലെ മനോജായിട്ടും KP ഉണ്ണികൃഷ്ണനായിട്ടും ഒക്കെ അവിടെ എനിക്ക് വിദ്യാധരൻ ആയിട്ടും ഒക്കെ എനിക്ക് നല്ല ബന്ധമാണ്, പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് അവർ നേരത്തെ പറഞ്ഞു, ചേട്ടൻ ഇപ്രാവശ്യം നേരത്തെ നമുക്ക് ഇറങ്ങണം. ഞാനത് സംഘടനാപരമായി ചർച്ച ചെയ്തു. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ BJP നല്ല പെർഫോമൻസ് നിൽക്കുന്ന സമയമാണ്, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും. അപ്പോൾ സംഘടനയും എന്നോട് അവിടെ പോയി വർക്ക് ചെയ്യൂ, അവിടെ പോയി സംഘടനാപരമായ കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാനതനുസരിച്ച് സംഘടനാപരമായ കാര്യം ചെയ്തു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിനും സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞാനവിടെ ചെയ്ത പ്രവർത്തനത്തിനുമൊക്കെ അതീതമായി സംഘടന ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വെറുതെ ഈ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് കോൺഗ്രസ്സുകാരെ വെച്ച് ഞങ്ങളെ കമ്പയർ ചെയ്യല്ലേ. ഞങ്ങൾ കാണുന്നത് ഇന്നത്തെ രാഷ്ട്രീയമല്ല. ഞാൻ കൃത്യമായി താങ്കളോട് പറയുകയാണ്, ഞങ്ങൾ കാണുന്നത് നാളത്തെ രാഷ്ട്രീയമാണ്. ഇന്ന് രാഷ്ട്രീയമുണ്ട്, ഇന്ന് രാഷ്ട്രീയം ഇല്ല എന്ന് പറയില്ല, പക്ഷേ അത് പൊളിറ്റിക്സാണ്, ഓർഗനൈസേഷനല്ല. ഓർഗനൈസേഷൻ നാളെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. രാഷ്ട്രീയം ഇന്നാണ്, പക്ഷെ സംഘടന നാളെയാണ്. രാജ്യമാദ്യം, ദെൻ റിലിജൻ ആൻഡ് പൊളിറ്റിക്സ്. രാഷ്ട്രീയവും മതവും അതിന് ശേഷമാണ്. ഞങ്ങൾക്കൊരു മുദ്രാവാക്യമുള്ളൂ. ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ? എല്ലാ പാർട്ടിക്കും, കോൺഗ്രസ്സിന് മുദ്രാവാക്യമുണ്ട്, അവർ ഇന്ദിരാഗാന്ധിക്ക് ജയ് വിളിക്കും, ഇന്ദിര അല്ലെങ്കിൽ നെഹ്റുവിനോ. പക്ഷെ ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കും, റഷ്യൻ വിപ്ലവത്തെ അനുകൂലിക്കും, ചൈനയെ ഇന്ത്യക്കാർ തോപ്പിക്കുകയാണെന്ന് പറയും. പക്ഷേ what is the slogan of BJP? We have only one slogan, that is ഭാരത് മാതാ കി ജയ്. അപ്പോൾ രാജ്യമാദ്യം ഇതിവിടുത്തെ ക്രിസ്ത്യാനോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിവിടുത്തെ മുസ്ലിമിനോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിവിടുത്തെ പട്ടികജാതി, OBC അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരോട് പറയണ്ടേ? ഇത് ഏറ്റവും കുറവ് താങ്കളോടും കൂടി ഞാൻ പറയണ്ടേ? അപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ഔട്ട്റീച്ച് ഉണ്ടാക്കുന്നതാണ്. അല്ല, അതിൽ ആ ഔട്ട്റീച്ച് വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യും. ഇപ്പം മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ടാക്കി വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇപ്പം 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം നാളിതുവരെ ഒരു പാർട്ടി ഘടകം പോലും ഇല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഒന്നെങ്കിൽ അധികാരത്തിലെത്തി, അല്ലെ അധികാരത്തിൻ്റെ പടിവാദത്തിലെത്തി. അത്രയും വളർച്ച ഇന്ത്യ നേടിയൊരു പാർട്ടി വേറെയില്ല. എന്നിട്ട് പോലും 2014 മുമ്പ് 10-10.5% വോട്ടുണ്ടായിരുന്ന പാർട്ടിക്ക് കേരളത്തിൽ മാത്രം ആ രീതിയിലൊരു വളർച്ച ഉണ്ടാകാത്തതിന് പിന്നിൽ താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിവരെ ഇവിടുത്തെ നേതാക്കന്മാർ തന്നെ അതിൻ്റെ ഉത്തരവാദികളല്ലേ ഓരോ ഘട്ടത്തിലും. കേരളത്തിലെ ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു പാർട്ടിയിൽ എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന അതിലെ ഗ്രൂപ്പിസം ആരൊക്കെയാണ്, ഏതൊക്കെ പക്ഷത്താണ് നിലയുറപ്പിക്കുന്നവരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഓരോ കോർ കമ്മിറ്റി മീറ്റിങ്ങിൽ നടക്കുന്ന സംഗതികൾ മുഴുവൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വായിക്കുന്നതാണ്. അപ്പോൾ ഒരു കേരളത്തിലെ ഒരു നേതൃത്വത്തിൻ്റെ തന്നെ ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ കേരളത്തിലെ BJP വളരാത്തതിന് മറ്റ് ദേശീയ നേതാക്കളെ ആരും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു പരിധി വരെയെങ്കിലും. ഞാനിപ്പം കേരളത്തിലെ മറ്റേ BJP രാഷ്ട്രീയത്തെക്കുറിച്ച് ആരും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ താങ്കളോട് ഞാനൊരു സത്യം പറയാം, ഒരു 90%, 10% ഞാൻ പറയില്ല, 90% നിങ്ങളുണ്ടാക്കുന്ന മാധ്യമങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇതുവരെ കോർ കമ്മിറ്റി ആയിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ ഈ പ്രസ്ഥാനത്തിൻ്റെ നായകനായി വന്നതിന് ശേഷമാണ് ഞാൻ കോർ കമ്മിറ്റി അംഗമായത്. ഞാൻ പങ്കെടുത്ത ഇതുവരെയുള്ള ഒരു നിയർലി 10 കോർ കമ്മിറ്റി ഉണ്ട്. ഈ 10 കോർ കമ്മിറ്റിയിലും ഒരാൾ പോലും ഒരാളെ വിമർശിച്ചിട്ടില്ല. BJP മാത്രമല്ല, കോൺഗ്രസിന്റെ മീറ്റിംഗ് ആയാലും CPM മീറ്റിംഗ് ആയാലും അവിടെ മീറ്റിംഗിൽ ഇങ്ങനെ വിമർശനം നടത്തുന്ന ഒരു നേതാക്കൾ സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ.
വിമർശനം പോലും ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അവിടെ ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മീഡിയ പറയുന്നത് പോലെ യാതൊന്നും ഇതുവരെ ഒരു കോർ കമ്മിറ്റിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കോർ കമ്മിറ്റിയിലൊക്കെ നിശിതമായ വിമർശനം നടക്കുന്നു, ഗ്രൂപ്പിസം നടക്കുന്നു. ഒരു ഗ്രൂപ്പിസവും ഈ പാർട്ടിയിലുണ്ട് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ നിയമസഭാ ഘട്ടത്തിൽ ഏറ്റവും വലിയ വിവാദമായ ഒരു സംഗതി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് വാങ്ങി എന്നുള്ളതാണ്. BJPയുടെ ഇപ്പോൾ കേരളത്തിൽ പുറത്തുനിന്നുള്ള ഇത് വെച്ചിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും BJP ഈ പറഞ്ഞ പോലെ പണാധിപത്യത്തിൻ്റെ പേരിലും പല സംസ്ഥാനങ്ങളിലും പണമെറിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക റിസോർട്ട് പൊളിറ്റിക്സ് ഇങ്ങനത്തെ രീതിയിൽ അധികാരം പിടിക്കുന്നു പറഞ്ഞ് വലിയൊരു ആരോപണം പല സംസ്ഥാനത്തെയും ബേസ് ചെയ്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു BJPയുടെ ഇത്രയും സീനിയറായ ഒരു നേതാവ് ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ പണം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കേവലം ശോഭാ സുരേന്ദ്രന് മാത്രമല്ല, കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ BJP സ്ഥാനാർത്ഥികളോടും ജനത്തിനുണ്ടാകുന്ന ഒരു അതിനോടുണ്ടാകുന്ന ഒരു ആഭിമുഖ്യം എന്തായിരിക്കും? എത്ര സ്ഥാനാർത്ഥികളുടെ പേരിൽ കേരളത്തിൽ UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികളുടെ പേരിൽ ഈ പണവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടുണ്ട്? ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നീല പെട്ടിയും എടുത്ത് ഓടിയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നീലപ്പെട്ടി എന്ന് പറയുന്നത് ഒരു കഥയ്ക്കപ്പുറം നമ്മുടെ ഇതെന്ന് പറയുന്ന ഒരു വിഷ്വലാണ്. ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ എത്രയോ ഇടതുപക്ഷത്തിൻ്റെയും എത്രയോ വലതുപക്ഷത്തിൻ്റെയും ആളുകളുടെ പേരിൽ ഈ ആരോപണമുണ്ട്. ഉണ്ടല്ലോ. അപ്പം അത് അവിടുത്തെ മൊത്തം LDFനെ ബാധിക്കുന്നുണ്ടോ? അത് മൊത്തം UDF ബാധിക്കണ്ടോ? ഒന്ന്. രണ്ട്, ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്താലും ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റ് 100% വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് മീഡിയ വരെ വിധി എഴുതി. നിരൂപകന്മാർ സംസാരിച്ചു, നിരീക്ഷകന്മാർ പല സർവേകളിലും പറഞ്ഞു. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ്റെ ഇമേജ് തകർക്കാൻ ബോധപൂർവമായി അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു വിഷ്വലിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പം ഒരു സ്ത്രീ, ആ സ്ത്രീ കൊണ്ട് പൈസ കൊടുക്കാൻ പോകുന്നു, ഇത് ആ വിഷ്വൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വാദത്തിനൊക്കെ ഒരു പ്രാമുഖ്യം കിട്ടും. പക്ഷേ അങ്ങനെ ഒരു വിഷ്വലൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് ശോഭാ സുരേന്ദ്രന് മാത്രമല്ല, മൊത്തം BJPക്ക് ഒരു പേരുദോഷം ഉണ്ടാകുന്ന സംഗതി. ഞാൻ ആ വിഷ്വൽ കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ കൃത്യമായി പറയുന്നത് വിഷ്വലൊക്കെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല. ആധുനിക കാലത്ത് എന്ത് വിഷ്വൽ ആർക്കും ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഇവിടെ AI വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കണേ? അപ്പോൾ ആ വിഷ്വലിനെ കുറിച്ചൊന്നും ഞാൻ കാണാത്തൊരു വിഷ്വലിനെ കുറിച്ച് എനിക്ക് പറയാനാവില്ല. രണ്ട്, ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ശോഭാ സുരേന്ദ്രനെതിരെ നടക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രനെതിരെ മാത്രമല്ലല്ലോ, പാർട്ടിയുടെ, ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ എന്തൊക്കെയാണ് കള്ളത്തരങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്? സുരേന്ദ്രൻ്റെ പേരിൽ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞ BJPയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഭാഗമാണ്. ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു സംഗതി, ഈ T20 പാർട്ടിക്ക് സീറ്റ് കൊടുത്തതും അടക്കമുള്ള പല സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വം ഒരു പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ്, തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ നേതാവ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ ഹൈജാക്ക് ചെയ്ത് ഒരു സൂപ്പർ പെർസെൻറ്റേജ് ആമഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്ന ഒരാക്ഷേപം ഞാൻ പറഞ്ഞതല്ല. പാർട്ടിയുടെ പല സോഷ്യൽ മീഡിയ പേജിനടിയിലും പാർട്ടിക്കാരായിട്ടുള്ളവർ എന്താ പറയുക ഒരു പരമ്പര പോലെ എഴുതി ഞാൻ വായിച്ചു. താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ പ്രസൻ്റ് ആയിട്ടിരിക്കുക വേറൊരാൾ തീരുമാനങ്ങൾ സ്വന്തം നിലയ്ക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റുമോ? കാരണം രാജീവ് ചന്ദ്രശേഖരനെ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങർക്ക് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ കാണുന്ന VD സതീശൻ, നമ്മളൊക്കെ കാണുന്ന പിണറായി വിജയനും അല്ല രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയണം, രാജുവേട്ടൻ ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ, ആണ് ഗോപാലകൃഷ്ണൻ, നല്ലതാണോ? യു ഡു ഇറ്റ്. നല്ലതാണോ? നിങ്ങൾ സംസാരിക്കുക. അല്ല, നമ്മൾ വിശ്വസിപ്പിക്കുന്ന ഒരു മിനിറ്റ്. അദ്ദേഹം ഒരാളെ മാത്രമായിട്ട് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, അദ്ദേഹം ഒരാളെ മാത്രമായിട്ട് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. കാര്യങ്ങൾ ചെയ്യുന്നത്, കാര്യങ്ങൾ നടപ്പാക്കാനും ഒരു ടീമുണ്ട് സംഘടനയിൽ. ആ ടീമാണ് നിശ്ചയിച്ച കാര്യങ്ങൾ ചില ആളുകൾ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു ടീമാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ നല്ലത് സംഘടനയ്ക്കുണ്ടാകും. ഞാൻ ചോദിക്കുന്ന ആ ടീമിൽ ചിലരെങ്കിലും ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ശ്രദ്ധപ്പെടാത്ത ഒരു കാര്യവും ഞാൻ മെസ്സേജ് കാണിച്ചു, മെസ്സേജ് ഞാൻ വായിച്ചാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം, നിങ്ങൾക്കും അയക്കാം.
ഓരോരുത്തർക്കും ഓരോ മെസ്സേജുകൾ അയക്കാം. ഈ പറയുന്ന ആ മെസ്സേജുകൾ നേതാവ് ഇട്ട, അതായത് ഇലക്ഷന് ശേഷം പ്രവർത്തകരെ ഭയങ്കര വികാരത്തോടുകൂടി അഭിസംബോധന ചെയ്തുകൊണ്ടിട്ട വീഡിയോയ്ക്ക് അടി വന്ന കമന്റുകളാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ശ്രദ്ധിക്കാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ കാണാത്തതിനെ കുറിച്ചോ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അഭിപ്രായം പറയില്ല. ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ, കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ട ഒരു മുഖം എം ടി രമേശായിരുന്നു. എം ടി രമേശിനെ പോലെ ഒരാൾക്ക് സീറ്റ് നൽകേണ്ടതായിരുന്നില്ലേ? അല്ല, എം ടി രമേശ് മത്സരിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു സീറ്റായിരുന്നു തൃശ്ശൂർ. അതെനിക്കറിയാം. അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കണമെന്ന് എന്നോട് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നോട് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടെയാണ് മത്സരിക്കുന്നതെന്നൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് തൃശ്ശൂർ മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് എനിക്കറിയാം. അവിടെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, സംഘടന ചില കാര്യങ്ങൾ തീരുമാനിക്കും. അവിടെ ഞാൻ കൊടുങ്ങല്ലൂരിൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. സംഘടന ചില കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ സംഘടന ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സംഘടനാ പ്രവർത്തകർ അതനുസരിക്കും. എം ടി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് വലുത് രാഷ്ട്രീയമല്ല. ഞാൻ അടിവരയിട്ട് പറയാം, ഞങ്ങൾക്ക് വലുത് രാഷ്ട്രീയമല്ല, ഞങ്ങൾക്ക് വലുത് പ്രസ്ഥാനമാണ്, സംഘടനയാണ്. പ്രസ്ഥാനം വളരണമെങ്കിലും എന്താ പറയുക, ജനപിന്തുണ ആർജിച്ച് സീറ്റുകളുണ്ടായി, നിയമസഭയിൽ അംഗബലം ഉണ്ടായി, അല്ലെങ്കിൽ ലോക്സഭയിൽ കൂടുതൽ അംഗബലം ഉണ്ടായി, അല്ലെങ്കിൽ പാർട്ടി വളരുക. കാരണം ഒരു സംസ്ഥാനത്ത് വളരണമെന്ന് ഞാൻ ചോദിക്കുന്നത്, അവിടെ ഏറ്റവും ജനകീയമായ മുഖങ്ങളിൽ ഒരാളാണ് എം ടി രമേശ്, താങ്കളെ പോലെ തന്നെ. അങ്ങനെ ഒരാൾക്ക് മത്സരിക്കുക. ഇപ്പം ഞാൻ തന്നെ മനസ്സിലാക്കിയത്, ആറന്മുള സീറ്റിൽ ആദ്യം അവിടെ ബി ഡി ജെ എസിന് ആ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ ബി ജെ പിയുടെ ഒന്നാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയപ്പോൾ പോലും പേരില്ലായിരുന്നു കുമ്മനം രാജശേഖരൻ്റെ, മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. രണ്ടാമത്തെ പട്ടികയിലാണ് ഈ പറഞ്ഞ ബി ഡി ജെ എസിന് വെച്ചിരുന്ന സീറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് കുമ്മനത്തെ പോലെയാളെ മത്സരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ആറന്മുള പോലൊരു മണ്ഡലമൊക്കെ ശരിക്കും ബി ഡി ജെ എസ് ആണ് മത്സരിക്കേണ്ടത്. ബി ജെ പിയുടെ ഏതോ കാലത്ത് ആറന്മുളയും ചെങ്ങന്നൂരുമായിരുന്നു എ ക്ലാസ് മണ്ഡലം. ഈ എം ടി രമേശ് അവിടെ മത്സരിച്ചിട്ടുണ്ട്, കോഴിക്കോട് നോർത്ത് മത്സരിക്കുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെ ബി ജെ പിയിൽ ഈ തീരുമാനങ്ങൾ എങ്ങനെ വരുന്നു എന്നാണ് താങ്കൾ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത്, കാരണം വെച്ചാൽ ഈ തൃശ്ശൂർ മത്സരിക്കണം എന്ന് രമേശ് തീരുമാനിക്കുകയും അതേ സമയത്ത് നമ്മുടെ നേതൃത്വം അവർ വേറെ ചിലത് കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായ ചില പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നതായിരുന്നു, എം ടി രമേശ് മത്സരിക്കുന്നതായിരുന്നു തൃശ്ശൂർ വിജയസാധ്യത. സംഘടന എന്താ തീരുമാനിച്ചോ അതനുസരിച്ച്. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ. അല്ല, അത് ആ നിരീക്ഷണം, കാരണം 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പത്മജയോടെ പരാജയപ്പെട്ടു. എൻ്റെ നിരീക്ഷണം സംഘടനയുടെ നിരീക്ഷണമാണ്. സംഘടന എന്താ എടുത്തത് അതാണ് എൻ്റെ നിരീക്ഷണം. അതിനപ്പുറത്ത് ഒരു നിരീക്ഷണം, അവിടെ ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എം ടി രമേശ് മത്സരിച്ചിരുന്ന വിജയിക്കാമായിരുന്നില്ലേ എന്നൊരു അഭിപ്രായം താങ്കൾക്ക് പങ്കു? ആ സമയത്ത് സംഘടനയുടെ വിലയിരുത്തൽ വരുമ്പോൾ ആ സംഘടന വിലയിരുത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ തീരുമാനിക്കുക. എനിക്കിപ്പോൾ അത് തീരുമാനിക്കാനും ആരാണ് നല്ലതെന്ന് പറയാനും സാധ്യമല്ല. സംഘടന ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തിനോടൊപ്പം സഞ്ചരിക്കുക, അതിനപ്പുറത്തേക്കില്ല. എം ടി രമേശിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. തൃശ്ശൂർ സീറ്റിൽ നിന്ന് സംഘടനാപരമായി ചില തീരുമാനം എടുത്തപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ പിന്നെ നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ ഏത് സീറ്റും കേരളത്തിൽ കിട്ടും. ഇപ്പോൾ ഗുരുവായൂർ എന്നേക്കാൾ ഫസ്റ്റ് പ്രിഫറൻസ് അദ്ദേഹത്തിൻ്റെ പേരാണ്. കോഴിക്കോട് നോർത്ത് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതാണ്, ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനാണ് കിട്ടുക. ആറന്മുള സീറ്റ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആറന്മുള സീറ്റ് അദ്ദേഹത്തിന് വേണ്ടി വെക്കപ്പെട്ടതാണ്. അദ്ദേഹവുമായിട്ട് ഡിസ്കഷനും നടന്നതാണ്. പിന്നീടാണ് അദ്ദേഹം ആറന്മുളയ്ക്ക് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ സംഘടന ചുമതല വഹിച്ചോളാം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുളയിൽ ആ ഫസ്റ്റ് ഫേസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ എന്നാണ് സംഘടന തീരുമാനിച്ചത്. അതുകൊണ്ടാണത് അങ്ങനെ വന്നത്. അല്ലാണ്ട് ബി ജെ എസിനും മറ്റു സംഘടനയ്ക്കൊന്നും കൊടുത്തതല്ല. അപ്പോൾ അത് എം ടി രമേശുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മതി എന്ന് വിചാരിച്ചിട്ടാണ്. എം ടി രമേശ് എടുത്ത തീരുമാനമാണ്, ഞാൻ സംഘടനയെ നയിച്ചോളാം. കാരണം രാജീവേട്ടൻ മത്സരിക്കുകയാണ്, ജനറൽ സെക്രട്ടറിമാരെല്ലാം മത്സരിക്കുകയാണ്. അപ്പോൾ 2 ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കാതെ നിൽക്കുന്നു, അതവരുടെ തീരുമാനമാണ്. അതിനപ്പുറത്ത് അതിനകത്ത് കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ടി പി സെൻകുമാർ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ കയ്യിൽ ഇരിക്കുന്ന വോട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല, ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി ശ്രമിക്കേണ്ടത്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടാകാൻ പോകുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. ശ്രദ്ധയപ്പെട്ടിരുന്നു? അല്ല, ഞാൻ ശ്രദ്ധയപ്പെട്ടിരുന്നു. അതെ, താങ്കളുടെ അഭിപ്രായം അതിൽ? അല്ല, അത് ബി ജെ പിക്ക് മുമ്പേ നമ്മൾ ഒരു പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞു, എന്നാൽ പോലും ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ പരാമർശിക്കേണ്ട ഒരു വിഷയമുണ്ട്. FCRA അതിനിടയിൽ വന്നു. FCRA കൊണ്ട് വന്നതോടുകൂടി ബി ജെ പിയുടെ കാൽക്കുലേഷൻ മുഴുവൻ തകർന്നു പോയൊരു തീരുമാനമായിപ്പോയില്ലേ? അങ്ങനെ ഒരു സംഗതി വരികയും ക്രിസ്ത്യൻ വോട്ട് കിട്ടാതെയും കൂടെ വരുമ്പോൾ ബി ജെ പി വെച്ച ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പിഴച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ ഒരു 2 മണ്ഡലം
തൃപ്പൂണിത്തറ നഗരസഭ ഭരിക്കുന്ന സാഹചര്യമാണ്. കൊടുങ്ങല്ലൂർ അത്രയും ഒരു സീറ്റ് വ്യത്യാസത്തിൽ LDFിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 1 FCRI നടപ്പാക്കിയിട്ടില്ല, 2 ഇല്ല നടപ്പാക്കിയിട്ടില്ല, ശരിയാണ്. 2 മറ്റേ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. 3ാമത്തെ കാര്യം, ഇതൊക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും വളർത്തിക്കൊണ്ടിരുന്നതാണെന്നേ. ഈ FCRI വന്നു, അതുകൊണ്ട് ക്രിസ്ത്യൻസിനിടയിൽ വലിയ പ്രശ്നമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഗുരുവായൂരിൽ 7% ക്രിസ്ത്യൻ സമൂഹമുണ്ട്. അവരെനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ നിരീക്ഷണം പൂർണ്ണമാവണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരണം. അല്ല, ഷോണിൻ്റെയും PC ജോർജിൻ്റെ പ്രസ്ഥാനം കേട്ടപ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലാകും. കാരണം ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാനത് അവരുടേതായിട്ടുള്ള ഏരിയയിലെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം പാലായിലും പൂഞ്ഞാറെന്നൊക്കെ പറഞ്ഞു PC ജോർജ് അവിടെ ഒരിക്കൽ സ്വതന്ത്രനായിട്ട് നിയോഗിച്ചു. അത് കഴിഞ്ഞ് 2ാം സ്ഥാനത്ത് വന്ന് നിന്നൊരു സ്ഥലമാണ്. ഈ ബിഷപ്പുമാർ പരസ്യമായി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു എന്നവർ പറയുന്നു. അല്ല, ചില മണ്ഡലങ്ങളിൽ അവരുടെ മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ എല്ലായിടത്തും ഉണ്ടായി എന്നൊന്നും വിലയിരുത്തുന്നത് ശരിയുമല്ല. 10,000-കണക്കിന് ക്രിസ്ത്യൻ സമൂഹം BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രയോ പള്ളിയിലെ അച്ഛന്മാർ, ക്രിസ്ത്യൻ വൈദികർ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട്. അല്ല, അത് ശരിയാണ്. ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ ലോക്സഭയല്ല, ഈ നിയമസഭയിൽ എടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ സാധ്യമല്ല. പക്ഷെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ നമുക്ക് കൂടുതൽ വിശകലനം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമേ നടത്താനാവൂ. ഒറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. BJPക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഒരു തൃശങ്കു സഭ വരുന്നു, അവിടെ BJPക്ക് ചില അംഗങ്ങളുണ്ടാകും, ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ്. അങ്ങനെ ഒരു ക്ലോസ് ഫൈറ്റ് വരുമെന്നും BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ ഒരു... അല്ല, സംസ്ഥാന അധ്യക്ഷൻ 140-ൽ കൂടില്ല എന്ന് പറഞ്ഞത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എത്ര കിട്ടും എന്ന് പറയാൻ ഒരിക്കലും ഒരു കാരണവശാലും അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ പറ്റും. BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായിരിക്കും. നിയമസഭയിൽ നിർണായക ശക്തിയായിരിക്കും. നിയമസഭയിൽ അത്ഭുതങ്ങളുടെ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മെയ് 4-ന് ഉണ്ടാവാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറയാം, അതൊരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ബേസാണ് ഞാൻ പറയാൻ പോകുന്നത്. നാളിതുവരെ 75 വർഷമായിട്ട് 57-ന് ശേഷമുള്ള 2025 വരെയുള്ള അല്ലെങ്കിൽ 26 വരെയുള്ള രാഷ്ട്രീയം വ്യാജ മതേതര രാഷ്ട്രീയമാണ്. മതം നടപ്പാക്കുകയും മതം പറയുകയും മതം ചെയ്യുകയും മതമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഞങ്ങൾ മതേതരത്വത്തിൻ്റെ മേലങ്കി അണിയുകയും ചെയ്യുന്ന വ്യാജ മതേതര രാഷ്ട്രീയമായിരുന്നു കേരളത്തിലെങ്കിൽ വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് 2026-ന് ശേഷം കേരളത്തിലുണ്ടാവാൻ പോകുന്നത്. നിയമസഭയിൽ BJP നിർണായക ശക്തിയാവും, ഒരു സംശയമില്ല. ഓക്കെ, നന്ദി. താങ്ക് യു. to get people.